ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2025 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. ഒന്നാമത്തെ ചോദ്യം: സാംസൺ എവിടെ വെച്ചാണ് ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടത്? തിമ്നായിൽ ഞാൻ കണ്ടുമുട്ടിയ ഏതു യുവതിയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്നാണ് സാംസൺ മാതാപിതാക്കളോട് പറഞ്ഞത്? ഫിലിസ്തീയ യുവതിയെ. മൂന്നാമത്തെ ചോദ്യം: നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്തീയരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? ആരോട് പറഞ്ഞു? സാംസന്റെ മാതാപിതാക്കൾ സാംസനോട് പറഞ്ഞു. നാലാമത്തെ ചോദ്യം: സാംസന്റെ മാതാപിതാക്കൾ ഫിലിസ്തീയരെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം: അപരിച്ഛേദിതർ. അഞ്ചാമത്തെ ചോദ്യം: ഫിലിസ്തീയ യുവതിയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് സാംസൺ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത് ആരുടെ ഹിതമായിരുന്നു? ഉത്തരം: കർത്താവിൻ്റെ. ആറാമത്തെ ചോദ്യം: സാംസൺ ഫിലിസ്തീയ യുവതിയെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് പറഞ്ഞത് കർത്താവ് ആർക്കെതിരെ അവസരം പാർത്തിരിക്കുന്നതിനാലായിരുന്നു? ഫിലിസ്തീയർക്ക്. ഏഴാമത്തെ ചോദ്യം: സാംസൺ ആരോടുകൂടിയാണ് തിമ്നായിലേക്ക് പോയത്? ഉത്തരം: മാതാപിതാക്കന്മാരോടുകൂടെ. എട്ടാമത്തെ ചോദ്യം: തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ എന്താണ് സാംസന്റെ നേരെ അലറി വന്നത്? ഒരു സിംഹക്കുട്ടി. ഒൻപതാമത്തെ ചോദ്യം: എവിടെ വെച്ചാണ് ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത്? ഉത്തരം: ഒരു മുന്തിരിത്തോപ്പിൽ. പത്താമത്തെ ചോദ്യം: മുന്തിരിത്തോപ്പിൽ തൻ്റെ നേരെ അലറി വന്ന സിംഹക്കുട്ടിയെ എന്തുപോലെയാണ് സാംസൺ ചീന്തിക്കളഞ്ഞത്? ഉത്തരം: ആട്ടിൻകുട്ടിയെ എന്ന പോലെ. 11ാമത്തെ ചോദ്യം: തൻ്റെ നേരെ ചീറി വന്ന സിംഹക്കുട്ടിയെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ചീന്തിക്കളയാൻ സാംസന് കഴിഞ്ഞതിന് കാരണം? ഉത്തരം: കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി അവനിൽ ആവസിച്ചതിനാൽ. 12ാമത്തെ ചോദ്യം: കുറച്ചുനാൾ കഴിഞ്ഞ് സാംസൺ വീണ്ടും വന്നപ്പോൾ ചീന്തിക്കളഞ്ഞ സിംഹത്തിൻ്റെ ശരീരത്തിൽ എന്താണ് കണ്ടത്? ഉത്തരം: ഒരു തേൻകൂട്. 13ാമത്തെ ചോദ്യം: സാംസൺ എന്തിൻ്റെ ശരീരത്തിൽ നിന്നുള്ള തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ടാണ് മാതാപിതാക്കളുടെ അടുത്തെത്തിയത്? ഉത്തരം: ചത്ത സിംഹത്തിൻ്റെ. 14ാമത്തെ ചോദ്യം: ചത്ത സിംഹത്തിൻ്റെ ശരീരത്തിൽ കണ്ട തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് സാംസൺ മറ്റാർക്കാണ് അത് കൊടുത്തത്? ഉത്തരം: മാതാപിതാക്കൾക്ക്. 15ാമത്തെ ചോദ്യം: സാംസൺ മാതാപിതാക്കൾക്കും തേൻ കൊടുത്തെങ്കിലും അവരോട് പറയാതിരുന്നതെന്ത്? ഉത്തരം: ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന്. ഫിലിസ്തീയ യുവതിയുടെ വീട്ടിലെത്തിയ സാംസനെ കണ്ടപ്പോൾ അവിടുത്തുകാർ എത്ര പേരെയാണ് അവന് തോഴരായി കൊടുത്തത്? ഉത്തരം: 30 പേരെ. 17ാമത്തെ ചോദ്യം: സാംസൺ ആരോടാണ് ഒരു കടങ്കഥ പറഞ്ഞത്? ഉത്തരം: തനിക്ക് തോഴരായി കിട്ടിയവരോട്. 18ാമത്തെ ചോദ്യം: വിരുന്നിൻ്റെ എത്ര ദിവസത്തിനകം കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞാലാണ് ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും തരാമെന്ന് സാംസൺ തോഴരോട് പറഞ്ഞത്? ഉത്തരം: 7 ദിവസത്തിനകം. 19ാമത്തെ ചോദ്യം: വിരുന്നിൻ്റെ 7 ദിവസത്തിനകം കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞാൽ എന്തെല്ലാം നൽകാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഉത്തരം: ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും. 20ാമത്തെ ചോദ്യം: വിരുന്നിൻ്റെ 7 ദിവസത്തിനകം എന്തിന് ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും തരാമെന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം: കടങ്കഥയ്ക്ക്. 21ാമത്തെ ചോദ്യം: സാംസന്റെ കടങ്കഥയ്ക്ക് തോഴർക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ എന്തു നൽകണമെന്നാണ് സാംസൺ അവരോട് ആവശ്യപ്പെട്ടത്? ഉത്തരം: 30 ചണവസ്ത്രവും വിശേഷവസ്ത്രവും. 22ാമത്തെ ചോദ്യം: എന്തായിരുന്നു സാംസന്റെ കടങ്കഥ? ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 23ാമത്തെ ചോദ്യം: 4-ാം ദിവസവും കടങ്കഥയുടെ പൊരുൾ പറയാൻ കഴിയാതിരുന്നവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞതെന്ത്? ഉത്തരം: നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുൾ അറിഞ്ഞ് ഞങ്ങളോട് പറയുക. 24ാമത്തെ ചോദ്യം: കടങ്കഥയുടെ പൊരുൾ അറിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് സാംസന്റെ ഭാര്യയോട് തോഴർ പറഞ്ഞത്? ഉത്തരം: ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടെരിക്കും. 25ാമത്തെ ചോദ്യം: എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്നാണ് സാംസന്റെ ഭാര്യയോട് അവിടുത്തുകാർ പറഞ്ഞത്? ഉത്തരം: ദരിദ്രരാക്കാനാണോ? 26ാമത്തെ ചോദ്യം: നിനക്ക് എന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല, ആരുടെ വാക്കുകൾ? ഉത്തരം:
സാംസന്റെ ഫിലിസ്ത്യ ഭാര്യയുടെ. 27-ാമത്തെ ചോദ്യം, എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് സാംസൺ പറഞ്ഞത് എന്തിനെക്കുറിച്ച്? ഉത്തരം കടങ്കഥയെക്കുറിച്ച്. 28-ാമത്തെ ചോദ്യം, സാംസൺ കടങ്കഥ പറഞ്ഞ ശേഷം എത്രാം ദിവസമാണ് അവിടുത്തുകാർ സാംസന്റെ ഭാര്യയോട് ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞത്? ഉത്തരം 4-ാം ദിവസം. 29-ാമത്തെ ചോദ്യം, ഭാര്യയുടെ നിർബന്ധം മൂലം കടങ്കഥയുടെ പൊരുൾ സാംസൺ വെളിപ്പെടുത്തിയത് എത്രാം ദിവസമാണ്? ഉത്തരം 7-ാം ദിവസം. 30-ാമത്തെ ചോദ്യം, സാംസൺ കടങ്കഥയുടെ പൊരുൾ ഭാര്യയോട് വെളിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? ഉത്തരം അവളുടെ നിർബന്ധം മൂലം. 31-ാമത്തെ ചോദ്യം, സാംസണിൽ നിന്നും കടങ്കഥയുടെ പൊരുൾ വെളിപ്പെടുത്തി കിട്ടിയ ശേഷം സാംസന്റെ ഭാര്യ എന്താണ് ചെയ്തത്? ഉത്തരം അത് തൻ്റെ ആളുകളോട് പറഞ്ഞു. 32-ാമത്തെ ചോദ്യം, എപ്പോഴാണ് പട്ടണവാസികൾ വന്ന് സാംസനോട് കടങ്കഥയുടെ സാരം പറഞ്ഞത്? ഉത്തരം 7-ാം ദിവസം സൂര്യാസ്തമയത്തിനു മുൻപ്. 33-ാമത്തെ ചോദ്യം, കൊള്ളയടിച്ച കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് സാംസൺ നൽകിയതെന്ത്? ഉത്തരം വിശേഷ വസ്ത്രങ്ങൾ. 34-ാമത്തെ ചോദ്യം, കൊള്ളയടിച്ച കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്ത ശേഷം സാംസൺ എവിടേക്കാണ് പോയത്? ഉത്തരം പിതാവിൻ്റെ ഭവനത്തിലേക്ക്. 35-ാമത്തെ ചോദ്യം, സാംസൺ കോപാക്രാന്തനായി പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയ ശേഷം സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായി? ഉത്തരം സാംസന്റെ മണവാള തോഴൻ്റെ.